നമസ്കാരം. പ്രധാന വാർത്തകൾ. നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയം ഇന്ത്യൻ ജനതയ്ക്ക് സ്വീകാര്യമല്ലെന്ന് കെപിസിസി പ്രസിഡന്റ് രമേശ് ചെന്നിത്തല. ഓൾ ഇന്ത്യ സൗത്ത് സോൺ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പ് മുട്ടത്ത് ഉദ്ഘാടനം ചെയ്തു. പദ്ധതി വിനിയോഗത്തിൽ തൊടുപുഴ നഗരസഭ പൂർണ്ണ പരാജയമെന്ന് പ്രതിപക്ഷം. വാർത്തകൾ വിശദമായി. നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയം ഇന്ത്യൻ ജനതയ്ക്ക് സ്വീകാര്യമല്ലെന്ന് കെപിസിസി പ്രസിഡന്റ് രമേശ് ചെന്നിത്തല. പുതിയ തലമുറയുടെ പ്രതീകമായ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി സ്ഥാനത്തെത്തണമെന്ന് ഇന്ത്യൻ ജനത ആഗ്രഹിക്കുന്നത് ജനക്ഷേമകരമായ ഭരണം നിർവഹിച്ച UPA വീണ്ടും അധികാരത്തിലെത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. മഞ്ഞളൂർ മണ്ഡലം സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്രത്തിൽ വലിയ തോതിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു ഗവൺമെന്റ്, ആ ഗവൺമെന്റിനെ താഴെ ഇറക്കാനാണ് ഇപ്പോൾ നരേന്ദ്രമോദിയെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് BJP ശ്രമിക്കുന്നത്. ആരാണ് നരേന്ദ്രമോദി? ഇന്ത്യൻ മതേതരത്വത്തിന്റെ കടുത്ത ശത്രുവാണ് നരേന്ദ്രമോദി. ഗുജറാത്തിന്റെ മണ്ണിൽ നൂറുകണക്കിന് മുസ്ലിം സഹോദരന്മാരെ കൂട്ടക്കൊല ചെയ്തപ്പോൾ അതിലൂടെ അധികാരത്തിലേക്ക് കടന്നു വരാനുള്ള കുറുക്കുവഴിയാണ് നരേന്ദ്രമോദി തേടിയത്. ആ നരേന്ദ്രമോദി ഇന്ത്യയിലെ ജനങ്ങൾക്ക് സ്വീകാര്യനായ വ്യക്തിയല്ല. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ഇന്ത്യൻ ജനതയ്ക്ക് ഒരിക്കലും സ്വീകാര്യമല്ല. നരേന്ദ്രമോദിയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ത്യയിൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നരേന്ദ്രമോദിയാണ് വരേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് സംഘപരിവാറും RSS നടത്തുന്ന നീക്കങ്ങൾക്കെതിരെ നമ്മൾ ജാഗരൂകരായിരിക്കണം. 2014 തെരഞ്ഞെടുപ്പിലൂടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകേണ്ടത് മറ്റാരുമല്ല, ചെറുപ്പക്കാരുടെ പ്രതീക്ഷയായ, യുവാക്കളുടെ ആവേശമായ, ഇന്ത്യയുടെ പ്രതീക്ഷയായ ശ്രീ രാഹുൽ ഗാന്ധി ആയിരിക്കണമെന്ന്. ആ രാഹുൽ ഗാന്ധി അധികാരത്തിൽ വരണമെങ്കിൽ ഇന്ത്യയിലെ കോൺഗ്രസിൽ കൂടുതൽ സീറ്റുകൾ ഉണ്ടാകണം. ഇന്ത്യയിലെ കോൺഗ്രസിൽ കൂടുതൽ സീറ്റുകൾ ഉണ്ടാകണമെങ്കിൽ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മുടെ MP-മാർ വിജയിച്ചു പോകണം. നമ്മുടെ MP-മാർ വിജയിച്ചു പോകണമെങ്കിൽ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും ഒരുമിച്ച് അണിനിരത്താൻ നമുക്ക് ഓരോരുത്തർക്ക് സാധിക്കണം. എറണാകുളം DCC പ്രസിഡന്റ് VJ പൗലോസ്, ജോസഫ് വാഴക്കൻ MLA, ലതിക സുഭാഷ്, എൽദോസ് കുന്നപ്പള്ളി, ജോയി മാളിയേക്കൽ, ജോസ് പെരുമ്പള്ളിക്കുന്നേർ എന്നിവർ സംസാരിച്ചു. മണ്ഡലം പ്രസിഡന്റ് ടോമി തന്നിട്ടാമാക്കൽ അധ്യക്ഷനായിരുന്നു. സമ്മേളനത്തിന് മുന്നോടിയായി നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരുന്ന ശക്തി പ്രകടനവും നടന്നു. ഓൾ ഇന്ത്യ സൗത്ത് സോൺ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പ് മുട്ടത്ത് ഉദ്ഘാടനം ചെയ്തു. മുട്ടം റേഞ്ച് മേഘാലയ ഗവർണർ MM ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കളക്ടർ അജിത് പാട്ടീൽ IAS അധ്യക്ഷനായിരുന്നു. നാഷണൽ റൈഫിൾ അസോസിയേഷൻ ഓഫ് ഇന്ത്യ സെക്രട്ടറി ജനറൽ DVS റാവു മുഖ്യ അതിഥിയായിരുന്നു. റോഷി അഗസ്റ്റിൻ MLA 60 മീറ്റർ ഷൂട്ടിംഗ് ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി SP ഷെയ്ഖ് അൻവറുദ്ദീൻ സാഹിബ് 25 മീറ്റർ ഷൂട്ടിംഗ് ഉദ്ഘാടനം ചെയ്തു. KK തോമസ്, രവികുമാർ, ബീന ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു.
ധാരാളം മിലിറ്റൻസിയുള്ള സ്ഥലമാണ്, ടെററിസ്റ്റുകളുള്ള സ്ഥലമാണ്. ഭാഗ്യവശാൽ 12 വർഷം ഞാൻ ഗവർണറായിരുന്നപ്പോൾ ഒരു ടെററിസ്റ്റ് ഒരു മിലിറ്റൻസിയും എന്റെ അധീനതയിലുള്ള രാജ്യത്തുണ്ടായിരുന്നു. ഒരുപക്ഷേ നാട്ടുപുറങ്ങളിലെത്തി ജനങ്ങളുമായി ബന്ധപ്പെട്ട് നടന്നതുകൊണ്ടാണ്, അതല്ലെങ്കിൽ അവരുടെ പ്രധാനികൾ പലരെയും എനിക്ക് നേരിട്ട് അറിയാവുന്നതുകൊണ്ട് ഇതിനുവേണ്ടി ഉപദ്രവം നടത്താൻ പോയതുമാണ്. അല്ലാതെ എനിക്കറിയില്ല. നാഗാലാൻഡിൽ അണ്ടർഗ്രൗണ്ട് ആക്ടിവിറ്റീസ് തുടങ്ങിയത് NSCN എന്ന് പറയുന്ന സംഘടന. ആ സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആളാണ് മൊയ്വ പഠിച്ചത് ഷിലോങ്ങിലെ കോളേജിലാണ്. അത് കഴിഞ്ഞിട്ടാണ് മിലിറ്ററിയായിട്ട് കളഞ്ഞു കിട്ടിയ 103 ഗ്രാം സ്വർണ്ണക്കട്ടി ഉടമസ്ഥനെ തിരികെ ഏൽപ്പിച്ച ഓട്ടോ ഡ്രൈവർക്ക് തൊടുപുഴയിൽ പൗരസ്വീകരണം നൽകി. നഗരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സിറ്റി ടവർ അസോസിയേഷൻ നേതൃത്വത്തിലാണ് സ്വീകരണം നൽകിയത്. മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ് പൊന്നാട അണിയിച്ചു. ബിജു പറയുന്നിലും ഉപഹാരവും ദീപു കുറുന്തോട്ടം പാരിതോഷികവും സമ്മാനിച്ച് മാത്യു കണ്ടിരിക്കൽ, ഷാജി ചെമ്പരത്തിക്കൽ, സിജോ ആന്റണി, ടെൻസിൻ പോൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇന്നലെ വൈകിട്ട് CCTV കണ്ടപ്പോഴാണ് ഇങ്ങനെ ഈ സ്വർണ്ണം കിട്ടിയത് തിരിച്ചു കൊടുക്കുന്നു നമ്മുടെ തൊടുപുഴ സർക്കിൾ ഇൻസ്പെക്ടർ അഭിനന്ദിക്കുന്ന ഒരു വാർത്ത കാണാൻ ഇത് വലിയ സന്തോഷം. ഇവിടെ വന്ന് ഓട്ടോ ഓടിക്കുകയും അതിൽ നിന്ന് കിട്ടുന്ന തുക കൊണ്ട് ഉപജീവനം കഴിക്കുവാനും കുടുംബജീവിതം നയിക്കുവാനും ആഗ്രഹിക്കുന്ന ആളുകളാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മുടെ 8ാം സ്റ്റാൻഡിലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ പറ്റി പറയുമ്പോൾ ഇന്ന് വരെ ഒരു പരാതി ഉണ്ടാകാത്ത സ്റ്റാൻഡാണ്. കാരണം ഇവിടുന്ന് ഒരു പരാതി പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ യൂണിയൻ നേതാക്കന്മാരുടെ അടുത്ത് പരാതിയില്ലാത്ത ഒരു സ്റ്റാൻഡ്. അപ്പോൾ അതുകൊണ്ട് ആ സ്റ്റാൻഡിൽ ഒരു കൊടി പൊക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓടി വന്ന് കൊടി പൊക്കിയാണ്. കാരണം അത്ര സ്നേഹം എനിക്ക് ഇവിടുത്തെ ഡ്രൈവർമാരോടുണ്ട്. 8ാം സ്റ്റാൻഡിൽ ഓട്ടോറിക്ഷ സ്റ്റാൻഡിനെയും അവിടുത്തെ മുഴുവൻ ഓട്ടോറിക്ഷ ഡ്രൈവറെയും ഞാൻ അഭിനന്ദിക്കുന്നു. അവരുടെ കൂട്ടാളികളായി അവരോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന സന്തോഷിനെ ഞാൻ അഭിനന്ദിക്കുന്നു. പദ്ധതി വിനിയോഗത്തിൽ തൊടുപുഴ നഗരസഭ പൂർണ്ണ പരാജയമെന്ന് പ്രതിപക്ഷം. പദ്ധതി ചെലവിന്റെ 7% മാത്രമാണ് ഇതുവരെ വിനിയോഗിച്ചിട്ടുള്ളത്. ഡിസംബർ 31 മുൻപ് 60% ഫണ്ട് ചിലവഴിക്കണം എന്ന നിർദ്ദേശം നിലനിൽക്കെയാണ് ഇത് എന്ന് പ്രതിപക്ഷ നേതാവ് ആർ ഹരി പറഞ്ഞു. SC വിഭാഗത്തിന്റെ നടപ്പ് വർഷത്തെ ഗുണഭോക്തൃ ലിസ്റ്റ് ആവശ്യപ്പെട്ട SC ഓഫീസർക്ക് നഗരസഭ നൽകിയത് കഴിഞ്ഞ വർഷത്തെ ലിസ്റ്റാണെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വർഷത്തെ പ്രോജക്റ്റായിട്ട് 189 പദ്ധതികളാണുള്ളത്. കഴിഞ്ഞ വർഷം ആരംഭിച്ച് വിവിധ ഘട്ടങ്ങളിൽ എത്തി നിൽക്കുന്ന കഴിഞ്ഞ വർഷത്തെ പ്രോജക്റ്റുകൾ 79 എണ്ണം. അങ്ങനെ 268 പ്രോജക്റ്റുകൾ ഈ മാർച്ച് 31 മുമ്പ് പൂർത്തിയായില്ല എങ്കിൽ അതിനുള്ള തുക മുഴുവൻ ലാപ്സാകും. അതിൽ പശ്ചാത്തല മേഖലയിലെ പ്രോജക്റ്റുണ്ട്, സേവന മേഖലയിലെ പ്രോജക്റ്റുണ്ട്, ഉത്പാദന മേഖലയിലെ പ്രോജക്റ്റുണ്ട്, അതുപോലെ തന്നെ പട്ടികജാതി മേഖലയിലെ പ്രോജക്റ്റുകളുണ്ട്. കഴിഞ്ഞ 12-13 വർഷത്തെ സ്പിൽ ഓവർ പ്രോജക്റ്റുകൾ 3,56,04,342 രൂപ ചെലവഴിക്കേണ്ടതായിട്ടുണ്ട്. നടപ്പ് വർഷത്തെ പ്രോജക്റ്റാണെങ്കിൽ 13,66,84,521 പ്രോജക്റ്റുകൾ പൂർത്തിയാകേണ്ടതുണ്ട് ഈ കാലയളവിൽ. അതിൽ 21 വ്യക്തിഗത പ്രോജക്റ്റുകളാണ്. ഈ പ്രോജക്റ്റുകൾ കൗൺസിൽ എത്ര ഉത്സാഹിച്ചാലും 4 മാസത്തിനുള്ളിൽ, 4 മാസം തികച്ചില്ല, 10 ദിവസം കുറവാണ്, ഈ ദിവസത്തിനുള്ളിൽ ഈ പ്രോജക്റ്റുകൾ പൂർത്തിയാക്കുവാനോ അതിൻ്റെ പ്രയോജനം ജനങ്ങൾക്ക് ലഭിക്കാനോ കഴിയുകയില്ല. ഈ തുകയെല്ലാം ലാപ്സാകുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അതിൽ കാർഷിക മേഖലയിലെ പ്രോജക്റ്റുകളുണ്ട്. തെങ്ങിന് വളം ചേർക്കൽ, തെങ്ങിന് തടമെടുക്കൽ, തെങ്ങിൻ തൈ
നട്ടുപിടിപ്പിക്കൽ, ഇങ്ങനെയുള്ള പ്രോജക്റ്റുകൾ, പട്ടികജാതിക്കാരുടെ വീട് മെയിൻ്റനൻസ്, ഭവന നിർമ്മാണം തുടങ്ങിയ ഒരുപാട് പ്രോജക്റ്റുകളുണ്ട്. ഈ പ്രോജക്റ്റെല്ലാം സാധാരണ ജനങ്ങൾ ഈ കാലയളവിനുള്ളിൽ എങ്ങനെ ഈ കൗൺസിലിൻ്റെ നിരുത്തരവാദപരമായ സമീപനത്തെയാണ് സൂചിപ്പിക്കുന്നത്. 2012-13 പദ്ധതി പൂർത്തിയാക്കിയിട്ടില്ല, 13-14 പൂർത്തിയായിട്ടില്ല. ഇതുപോലെ ഒരു കൗൺസിൽ കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? കൗൺസിൽ എന്നല്ല, ഒരു പഞ്ചായത്ത് കമ്മിറ്റി പോലും കാണുകയില്ല. വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വാചകമടിയല്ലാണ്ട് യാതൊരു കാര്യവും നടക്കുന്നില്ല. ഇത് ഈ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയണം, അതിനെതിരെ പ്രതികരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ വനിതാ സംരംഭകർക്ക് പരിശീലനം നൽകി. താലൂക്കിലെ 6 പഞ്ചായത്തുകളിൽ മൈക്രോ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പരിശീലനം. ആലപ്പുഴയിൽ നിന്നുള്ള എക്സാറ്റ് ടീം അംഗങ്ങളായ ജലജ, സിന്ധു തുടങ്ങിയവർ പരിശീലനത്തിന് നേതൃത്വം നൽകി. നമുക്ക് കഴിയണമെങ്കിൽ ഇത്തരത്തിലുള്ള ഓരോ അവസരങ്ങളും നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ചുറ്റുപാടുമുള്ള എന്തൊക്കെ ഉൽപ്പന്നങ്ങളുണ്ടോ, ചകിരിയുടെ കാര്യം ഞാൻ പറഞ്ഞു, മാല കണ്ടിട്ടുണ്ടോ പെൺകുട്ടികളൊക്കെ ഇട്ടു നടക്കുന്നത്? പിന്നെ അതുപോലെ ചിരട്ട ഷേപ്പ് ചെയ്ത് നമ്മുടെ കമുകിന്റെ അലകുണ്ടല്ലോ, ആ അലകൊണ്ട് ഷേപ്പ് ചെയ്ത് ക്ലിപ്പാക്കി എടുത്താൽ ആ ഒരു ചിരട്ടയുടെ പീസും അലകൂടെ ചെയ്യുമ്പോൾ 40 രൂപ. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഉൽപ്പന്നങ്ങൾ വെച്ചുകൊണ്ട് അല്ലെ, ഈ കിട്ടുന്ന റോ മെറ്റീരിയൽസ് കൊണ്ട് വിലപിടിപ്പുള്ള മനോഹരമായ ഉൽപ്പന്നങ്ങളാക്കി മാറ്റാൻ നമുക്ക് സാധിക്കില്ലേ? സാധിക്കും. അപ്പൊ തയ്യൽ മാത്രം വെച്ചുകൊണ്ടിരിക്കണോ? കരികുന്നം 2 സാധനം ഇവിടെ കിട്ടിയോ? തയ്യൽ നിന്ന് മാറിയോ? അതിങ്ങനെ ഒരു മെഷീൻ വീട്ടിലുണ്ടല്ലോ, അത് ഞങ്ങൾ എന്നാ ചെയ്യും? അതാണോ? അല്ല, മെഷീൻ പുതിയതായിട്ട് നമുക്ക് വാങ്ങിക്കാൻ വേണ്ടിയാണ്. സാധ്യതകൾ പറഞ്ഞു, അതിലേക്കൊന്ന് മാറ്റി ചിന്തിക്കുക. നാളെ കൂടെ കഴിയുമ്പോൾ പിക്ചറുകൾ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? തയ്യലേ വേണ്ട പറയും. അപ്പൊ പറഞ്ഞതല്ലേ ഉള്ളൂ, ഒരു സ്ക്രീൻ എത്തിയില്ല, സ്ക്രീൻ സെൻസർ. അനന്ത സാധ്യതയുള്ള ഒരു സംരംഭമാണ് കൂണെന്ന് പറയുന്നത്. അറിയോ എന്തൊക്കെ സാധ്യതയാണ്? എന്തൊക്കെ സാധ്യതയുണ്ട് കൂണിന്? അപ്പൊ നോക്കിയേ, ഈ ആള് മുട്ടം പഞ്ചായത്തിലെ കൂണേച്ചിമാർ കയറി ഏറ്റുമുട്ടരുത്. ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷൻ ഏർപ്പെടുത്തുന്ന മാനവികം പുരസ്കാരം ഡിസംബർ 27-ന് ഹരിപ്പാട് ചേരുന്ന സമ്മേളനത്തിൽ വിതരണം ചെയ്യുമെന്ന് സ്റ്റേറ്റ് പ്രസിഡന്റ് ലംബോദരൻ വയലാർ അറിയിച്ചു. യോഗം രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. മുൻ സുപ്രീം കോടതി ജഡ്ജി സന്തോഷ് ഹഡ്ഗെ മുഖ്യാതിഥിയായിരിക്കും. വിദ്യാഭ്യാസം, സാംസ്കാരികം, ആതുര സേവനം, കൃഷി, കായികം എന്നീ മേഖലകളിൽ ഉള്ളവർക്ക് ഈ വർഷത്തെ അവാർഡ് സമ്മാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ ജില്ലകളിലും ജില്ലാ കമ്മിറ്റികളിലുണ്ട്. മിക്കവാറും എല്ലാ ജില്ലകളിലും റിട്ടയർഡ് സൂപ്രണ്ട് ഓഫ് പോലീസ്മാരാണ് ജില്ലാ പ്രസിഡന്റുമാരായിരിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിൽ കേരളത്തിലെ ഏറ്റവും പ്രശസ്തരും പ്രഗത്ഭരുമായ സർവീസിലുള്ളവരും ഒക്കെ ഇതിൻ്റെ അഡ്വൈസറാണ്. ഉദാഹരണം, ലോകസഭാ സെക്രട്ടറി ആയിരുന്ന മുൻ ലോകസഭാ സെക്രട്ടറി PDT ആചാരി, അദ്ദേഹം ഈ സംഘടനയുടെ വൺ ഓഫ് ദി ലീഗൽ അഡ്വൈസേഴ്സ് ഒരാളാണ്. പിന്നെ സംഘടനയുടെ അംബാസഡറായിട്ട് നിയോഗിച്ചിട്ടുള്ള സിനിമാ നടൻ ക്യാപ്റ്റൻ രാജുവാണ്. പിന്നെ ചീഫ് സെക്രട്ടറി ആയിട്ട് റിട്ടയർ ചെയ്തിരിക്കുന്ന രാമചന്ദ്രൻ നായർ അഡ്വൈസറി ബോർഡ് മെമ്പറാണ്. പിന്നെ നമുക്കെല്ലാം സുപരിചിതമായ കലാരംഗത്ത് പ്രവർത്തിക്കുന്ന അമ്പലപ്പുഴ ഗോപകുമാർ നമ്മളുടെ അഡ്വൈസർമാരുടെ ഒരാളാണ്. അങ്ങനെ പ്രശസ്തരായ ഡൽഹിയിൽ ഓഫീസുണ്ട്. മിക്കവാറും എല്ലാ ജില്ലകളിലും നമുക്ക് ഓഫീസുണ്ട്. ഒരു 1.5 ലക്ഷത്തോളം ആൾക്കാർ നമ്മുടെ സംഘടനയിലുണ്ട്. വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷം മനുഷ്യാവകാശ ധ്വംസനപരമായ എന്തെങ്കിലും സംഗതികളുണ്ടെന്നുണ്ടെങ്കിൽ അതിലിടപെടുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ സംഘടനയെ സംബന്ധിച്ചുള്ള പ്രധാന ദൗത്യം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയം ഇന്ത്യൻ ജനതയ്ക്ക് സ്വീകാര്യമല്ലെന്ന് KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല. ഓൾ ഇന്ത്യ സൗത്ത് സോൺ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പ് മുട്ടത്ത് ഉദ്ഘാടനം ചെയ്തു. പദ്ധതി വിനിയോഗത്തിൽ തൊടുപുഴ നഗരസഭ പൂർണ്ണ പരാജയമെന്ന് പ്രതിപക്ഷം.
ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.